ഇന്നേ ചോറും ചിക്കൻ കറി സാധാ, വേറെ സ്പെഷ്യൽ ഒന്നും വേണ്ട, സാധാ രീതിയിൽ ഒന്ന് വെച്ചാലോ? ചോറ് വെക്കാനുള്ള വെള്ളം ചൂടായിട്ടുണ്ട്. നമുക്ക് അരി ഇട്ടു. കഴുകി വെച്ച അരിയാണ്. അരിയിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി വിട്ടിട്ട് നമുക്ക് മൂടി വെക്കാം. ഇവിടെ വെള്ളം തെളിച്ചിട്ടുണ്ട്. ചോറ് നന്നാ നോക്കുക. എന്നാ തുറക്കുക. തിളച്ചുകൊണ്ടാ ഇളക്കിട്ട് എന്താ നോക്കാം അല്ലേ? ഇല്ലാട്ടാ, ഇനി ഉണ്ട്. അതുപോലെ കിടക്കുന്നത് കുറച്ച് നേരം കൂടി ആട്ടെ. തിളച്ചൊന്നേ ഉള്ളൂ. മൂടി വയ്ക്കും. അപ്പൊ ചോറ് വെന്തു. നമുക്ക് വാങ്ങി വെക്കാം. ആരിൻ്റെ അടുത്തല്ലേ, നമ്മൾ തന്നെ വാങ്ങി വെക്കണം. വാങ്ങാൻ പറഞ്ഞ അറിയില്ല. എത്ര വാങ്ങിയിരിക്കണേ ഇപ്പൊ ഒട്ടുക്കല്ലേ? ആ വാങ്ങലല്ല, ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊട്ടുന്നതല്ല. കല്യാണത്തിനാണ് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യണ കണ്ടിട്ടില്ല. നമ്മൾ ചെയ്യാൻ നിൽക്കില്ലല്ലോ, ഭക്ഷണം കഴിച്ചു കൊടുക്കല്ലോ. ഭക്ഷണം എങ്ങനെയാണ് തീർക്കാൻ നോക്കുന്നത്? അല്ല, അവര് കഷ്ടപ്പെട്ട് വെച്ചിട്ട് വെറുതെ കളയാൻ പറ്റില്ലല്ലോ. ഇറക്കിയിട്ട് വാങ്ങണം കേട്ടോ. നമ്മള് എന്താ പറയാ, ഊറ്റുക എന്നല്ലോ. അപ്പോ ചീച്ചിക്കറി വെക്കുക. എന്ത് ചേച്ചിയാണ്? കോഴി ചേച്ചി. ചിക്കൻ കറി വെക്കാം. ചോറായതല്ലേ, ഇനി ചിക്കനും കൂടി വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു പരിപാടി. തീർന്നു. നമ്മൾ സിമ്പിൾ പരിപാടി. ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. പട്ട, ഗ്രാമ്പ്, ഏലക്കൊക്കെ ഇട്ട് കൊടുക്കട്ടെ? ഇട്ട്. നീ പഠിക്കണ്ടേ? ഞാൻ നല്ല ഷെഫാകുമോ? നിന്നെ ഷെഫാക്കിട്ട് വിടൂ. അഞ്ചാ പട്ട, ഗ്രാമ്പ് ഇട്ടില്ലേ? അടുത്തത് എനിക്ക് അറിയാൻ വേണ്ടിട്ടാണ്. ഉള്ളി, വലിയ ഉള്ളി കേട്ടോ. സവാള. അഗ്നിരാജ്, എന്താണ് കിട്ടണ്ട? ഓ, നല്ല വെയിൽ കിട്ടുന്നുണ്ട്. ഞാൻ നിങ്ങൾ എന്നെ പോലെ ആവട്ടെ തെളുക്കനെ ആകും. കാര്യം പറയാ. കിട്ടിയിട്ടാ, കൂളിയാമ്മയാണ് തോന്നുന്നു. കിട്ടിയാ? നിറയെ കൂളിയാമ്മ കിട്ടും. ഉള്ളി വതങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് പച്ചമുളക് എടുത്തു പൊടിയായി അരിഞ്ഞതാണ് കേട്ടോ. നമ്മളിതുവരെ പൊടി അരിഞ്ഞിട്ടില്ല. പൊടിയല്ലേ, പൊടിയായിട്ട് തന്നെ അല്ലേ അരിയുള്ളൂ. ഒരുപാട് പൊടിയാക്കണ്ട കേട്ടോ. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. അങ്ങനെ ആക്കണ്ട കേട്ടാ. ആള് ആ പച്ചൊക്കെ കിടക്കുന്ന നല്ല രസമുണ്ടല്ലേ കാണാൻ. ആശാനെ, ഏതാണ് ഇനി ഇടേണ്ടത്? അത് 3 ഇടണം. ഫസ്റ്റ് ചെറിയ ഉള്ളി, വെങ്കായം, ചെറിയ വെങ്കായം, പിന്നെ വെങ്കായം, എന്നിട്ട് അത് ഒന്ന് വതന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേറെ ശരി. വെള്ളുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് രണ്ടും കൂടി അല്ല. കൈയൊക്കെ വറക്കണം. ആദ്യമായിട്ട് ചെയ്യല്ലേ? ആസാന്റെ അനുഗ്രഹം മേടിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അതിനൊരു മണം വേണ്ട. അപ്പൊ നീ പൊന്നും കൈ കൊണ്ട് കറിവേപ്പില എടുത്തിട്ട് ചിക്കൻ കറി പല രീതിയിൽ വെക്കാം. ഇനി ഞമ്മ പല രീതിയിൽ വെക്കും. ഇനി ഐറ്റങ്ങൾ കുറെ ഉണ്ടല്ലോ.
നമ്മളിപ്പോൾ നമ്മളുടെ രീതിയിലൊരു ചിക്കൻ കറി, സാധാ ചോറും ചിക്കൻ കറി. തക്കാളി ഇട്ട് കൊടുക്കാം അല്ലേ? തക്കാളി ഇട്. ഇങ്ങനെയല്ല നീ പഠിക്കുന്നത്. ഞാൻ സ്വന്തമായിട്ട് ഒരു ഹോട്ടൽ ഇട്ടിട്ടുള്ളൂ, കാര്യം പറയാം. അതിന് പേരെന്താണ്? അത് കരിമ്പന. കരിമ്പന ഹോട്ടലാക്കും. കരിമ്പന ഹോട്ടൽ. ഓഹോ, അപ്പൊ നമ്മൾ പൊളിക്കും. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും. എനിക്ക് അളവൊന്നും അറിയില്ല കേട്ടോ. അത് ഒരു ലെവലിൽ ഞാൻ ഇടും. അത് കുഴപ്പമില്ല, നീ ഇങ്ങനെ പഠിച്ചാൽ മതി. കേട്ടോ, നീ എല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ. പൊടി മുളക് പൊടി എത്ര ഇട്ടേ? ഇതും കൂടി ഇട്ടോ. പോരെ? പോരാ അല്ലേ? പറയണ്ട. മതിയാ? വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ. ഇട്ട് പൊടി ഇതാ, മല്ലിപ്പൊടി ഒരു ഏകദേശം അളവാണ്ടോളം. ഇതും ഒരുപാട് പൊടികളുണ്ട് അല്ലേ? ഏറ്റവും വലിയ പൊടി നിങ്ങൾ തന്നെ. മല്ലിപ്പൊടി പോരാ? പോരാ, കുറച്ച് പോരാ. പോരാ, കാണും പറയില്ല. എനിക്ക് തിന്നാനല്ലേ അറിയുള്ളൂ, ഇതൊന്നും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. എന്റെ സൊക്കനുണ്ടെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ചിക്കനെ ലീവ് കിട്ടണ്ടേ? ചിക്കൻ വേറെ ലെവലിലാണ് ഇപ്പൊ പോണത്. IT പഠിക്കാന്ന് പറഞ്ഞാലും അവ MD അമ്മ എന്താ പഠിക്കാൻ? MD അമ്മ കഴിക്കല്ലേ? അതിനെന്താ പഠിക്കുന്നത്? ഇത്തിരി കളറിന് വേണ്ടിട്ട് കാശ്മീർ ചില്ലി. കാശ്മീർ പോയിട്ട് വാങ്ങിച്ചു. കാശ്മീർ പോയിട്ടുണ്ടായിരുന്നു, അപ്പൊ അവിടെ ഇല്ല. അപ്പൊ ലാസ്റ്റ് എല്ലാ പൊടി ഇട്ട് കഴിഞ്ഞിട്ട് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം അല്ലേ? ലാസ്റ്റ് ഇടാം. ഉപ്പിട്ട് കൊടുക്ക്. ഉപ്പ് ഇപ്പൊ തന്നെ ഇട്ട് കൊടുക്കണം. ചിക്കൻ ഇട്ടിട്ട് വിടാം. അത് ഇല്ലാതെ അതിന് മുന്നേ ഇത്തിരി ഇട്ട് കൊടുക്കാം. ഇത് ഉപ്പിട്ടില്ലെങ്കിൽ പ്രവീണ് ചിലപ്പോൾ വിളിച്ച് ചോദിക്കും, എന്താ ഉപ്പിട്ടില്ല ചോദിക്കും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ചിക്കൻ കൂട്ടിന് ഇട്ട് കൊടുക്കുക. എന്നാ പിന്നെ ചക്കൻ കുട്ടിന് ഇട്ട് കൊടുത്തു. അതാ അതിലേക്ക് വലിയ പീസ്. അപ്പോഴേ ഉപ്പിട്ട് കൊടുത്തു, പക്ഷെ പോരാ, ഇത്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഇന്ന് വെച്ച നെയ്യ് വെച്ച ചിക്കൻ ഇല്ലേ, എങ്ങനെയുണ്ട് നോക്കാം. സെറ്റായിട്ടുണ്ട്. നീഷേ, നിന്റെ ചിക്കൻ കറി എങ്ങനെയുണ്ട് നോക്കട്ടെ കേട്ടാ. ടേസ്റ്റ് നോക്കേ. എല്ലാം കറക്റ്റാണല്ലോ. ഞാൻ പഠിച്ചില്ല. എന്നാ മല്ലിത്തഴിയും കറിവേപ്പിലും ഇടും. പൊട്ടിച്ചു കൊടുത്തിടാ. കണ്ടോണ്ടിട്ടോ, കുഴപ്പമൊന്നുമില്ല. കൊഴിക്കണ്ടല്ലോ. കൊഴിച്ചിട്ട് ഇട്ടാലും കുഴപ്പമില്ല, അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. അങ്ങനെ വേണമെങ്കിൽ ഒരു മണം വരും. അത് പച്ച വെളിച്ചെണ്ണ കൂടി വെച്ചല്ലേ. മൂടി വെക്കട്ടെ. മൂടി വെച്ച് അങ്ങനെ ഇറക്കി വെക്കല്ലേ. കൊണ്ടുവാ. ചോറിടാ അല്ലേ? അല്ല, എനിക്ക് അറിയാണ്ട് ചോദിക്കാണ്. ഞാൻ ഫസ്റ്റ് ഇട്ടപ്പോ എനിക്ക് പൊതിഞ്ഞ് തരാനാണെന്ന് വിചാരിച്ചത്. ഇന്നെന്താ ഇന്ന് നമ്മള് ഈ പാവങ്ങളില്ലേ, റോഡ് സൈഡ്, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചോറാണ് കേട്ടോ. അവര് ഞാൻ ഈ വയറെരിയുന്നവരുടെ മെഴി നനയാതിരിക്കുക പറഞ്ഞ പദ്ധതി, അതിന്റെ ഭാഗമായിട്ട് ഞാൻ വണ്ടിയും കൊണ്ട്, ഓട്ടോ ആണല്ലോ നമ്മള്, ഓട്ടോയിൽ പോയിട്ടുണ്ടായിരുന്നു ഇത് കൊടുക്കാൻ വേണ്ടിട്ടേ. അപ്പൊ അവിടെ വെച്ചിട്ട് ഒരു അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചിക്കനൊന്നുമില്ല മകനെ, എപ്പോഴും ചോറ് തന്നെ തരുന്നു, ചിക്കനൊന്നുമില്ലേ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് അന്ന് തോന്നിയതാണ് ചിക്കനുമായിട്ട് അവർക്കൊരു ചോറ് കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ അന്നേ മനസ്സിൽ വിചാരിച്ചതാണ്, നമ്മളെന്തായാലും എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അവർക്ക് അവിടെ വേറെ ഇതായിട്ട് സംഘടനകൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ നമ്മളുടെ വകയായിട്ടൊരു ഇത്. വേറെ ആരെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഹെലികോപ്റ്റർ നോക്കാൻ പറ്റില്ലേ? മോളിൽ കൂടെ ഉണ്ട് അല്ലേ? അതെ, എന്നെ കാണാൻ വേണ്ടി വരികയാണ് തോന്നുന്നു. അതിന് കൊണ്ടുപോകാൻ വരില്ലല്ലോ. ഏയ്
10-30 പൊതിച്ചോറുണ്ട് നമ്മള് മൈതാനത്തോണ്ടി കൊടുക്കുക അല്ലെ. ആസ്പത്രിന്റെ പരിസരം ജില്ലാ ആസ്പത്രി ഇട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തുന്നത് ഇരുട്ടാവും. എന്താ വെച്ചാൽ പൊതിഞ്ഞെടുക്കുമ്പോഴേക്ക് സമയമായില്ലേ. പിള്ളേർക്ക് പൊതിയാൻ അറിയണ്ടേ. അപ്പൊ വണ്ടി എടുക്കുക, സമയമാകണ്ട. പിള്ളേരിവിടെ കഴിച്ചുകൊണ്ടിരിക്കും. നമ്മൾ കൊണ്ടുപോയ എല്ലാ പൊതിച്ചോറും ഇന്ന് കഴിഞ്ഞില്ലേ. രസമിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞു. ഒരു നേരം ഭക്ഷണം കൊടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യമാണ് അല്ലേ. അന്നദാനം അതുപോലെ ഒരുപാട് സംഘടനകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ കഴിയാവുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു 30 പൊതിച്ചോറ് പറഞ്ഞ് അത് കൊടുക്കാൻ പറ്റിയത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അതുപോലെ തന്നെ ബ്ലഡ് ഡൊണേഷൻ ചെയ്യുക. വർഷത്തിൽ 2 പ്രാവശ്യങ്ങളും ആരെങ്കിലും ഒരാൾ ചെയ്ത അതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ. അതുകൂടി ഒന്ന് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇതുപോലെയുള്ള നല്ലൊരു വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ.